ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഔട്ടിംഗ് വ്ലോഗാണ് കേട്ടോ. ഔട്ടിംഗ് വ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടാവുന്നേക്ക് മുമ്പ് വരെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈം കുറച്ച് പീക്കായിരുന്നു കൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എല്ലാ സിഗ്നലിലും കിട്ടി പയ്യാണ് നമ്മൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത്. പോയി പകുതി എത്തിയില്ല. നമ്മളിവിടുന്ന് ഇറങ്ങി കണ്ടെയ്നർ റോഡ് കയറിയപ്പോൾ തന്നെ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും റെയിൻകോട്ട് ഇട്ടിട്ട് പോകാം, റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചു. നമ്മളവിടെ നിന്ന് റെയിൻകോട്ടൊക്കെ ഇട്ട്, പിന്നെ കിട്ടിയത് നല്ലൊരു സ്ഥലമായിരുന്നുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തോന്നില്ല. അത് വേറെ കാര്യം. റോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. നമ്മൾ റെയിൻകോട്ട് ഇട്ട് അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ഒതുങ്ങി, മഴ പെയ്തിട്ടാ. അത് കഴിഞ്ഞ് നമ്മളൊരു തുള്ളി കൂടെ മുമ്പ് പോയപ്പോഴത്തേക്കും മഴയുടെ വാട്ടിന് പോയി. അപ്പോഴാണ് അത് കണ്ട കുഞ്ഞ് റെയിൻകോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുഞ്ഞ് റെയിൻകോട്ട് കാണുന്നത്. അതുകൊണ്ടൊരു കൗതുകത്തിൻ്റെ പുറത്താണ് വീഡിയോ എടുത്തത്. കാരണം കൊച്ചു നമ്മുടെ അല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കറക്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം സൺസെറ്റ് എന്ന് പറയാൻ പറ്റില്ല, 6 മണിയാവാറായി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എല്ലാവരും ഇറങ്ങുന്ന സ്ഥലത്തല്ല നമ്മൾ ഇറങ്ങൽ. കാരണം അവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരിക്കും. നമുക്കൊരു എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവില്ല ഇത്രയും തിരക്കുണ്ടായി കഴിഞ്ഞാൽ. നമ്മൾ ഇവിടെയാണ് മിക്ക ടൈമിലും വരല്, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വയ്ക്കുമ്പോഴുള്ള സ്ഥലത്ത്. അപ്പോൾ ഇത് വന്നിട്ട് കാണുന്നവർക്കറിയാം, ചെറായി ബീച്ചാണ് ഗൈസ്. അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ലോണം കയറിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ വലിയ സ്പേസ് ഉണ്ടായിരുന്നില്ല. വേണ്ട, വെള്ളമൊക്കെ പിടിച്ചാകെ വച്ച. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോസ് എടുത്തരാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരുമിച്ചുള്ള വീഡിയോസ് കിട്ടാറില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവനുണ്ടാവും. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ പോയതും. ഇപ്പോൾ കുറച്ച് നല്ല വീഡിയോസ് കിട്ടി, അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ക്യാമറ ഓണായി കാണുമ്പോൾ ഇടയ്ക്കുള്ള പട്ടി ഷോ ഇത്രയായിട്ട് കണ്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത ഫോട്ടോസും എടുത്ത വീഡിയോസും ഒക്കെ നല്ലതാണോ, കാരണം ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി. അത് കഴിഞ്ഞതാ അത്യാവശ്യം ഇരുട്ടായി. ഇനി നമ്മളവിടെ നിന്നാൽ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി വെച്ചതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്ന സ്ഥലമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി, ഒരു തറവാട് ഫീലില്ലേ. അപ്പോൾ ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ പോയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ മെയിൻ ബീച്ച് പോയിന്റിൽ വന്നു. അവിടെ നിന്ന് ബജ്ജി കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴി പാനിപ്പൂരി കഴിച്ചു. ഇവിടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പാനിപ്പൂരി അല്ല ഗൈസ്, മസാല ചാറ്റ് അല്ലേ, അതെ, സമൂസ ചാറ്റ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ഷേക്കും കുടിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.